Fiber optics is the science of transmitting data, voice and images by the passage of light through thin transparent fibers. അപ്പോൾ ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ടേം നമുക്ക് ഫെമിലിയർ ആണ്. അതേപോലെ ഒപ്റ്റിക്കൽ ഫൈബറും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ നമ്മുടെ ഈ വോയിസ് നോട്ടിനെ നമ്മൾ ആ ലൈറ്റിൻ്റെ മീഡിയത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, ആ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ സ്ട്രക്ചർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ കോർ എന്ന് പറയും. ഈ കോറിനകത്തൂടെയാണ് ലൈറ്റിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ലൈറ്റ് ആണെങ്കിലും വോയിസ് ആണെങ്കിലും ഡേറ്റ ആണെങ്കിലും ഇമേജ് ആണെങ്കിലും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ കോറിനകത്തൂടെയാണ്. ഈ കോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഔട്ടർ കവറിങ് ഉണ്ട്. ഈ പോർഷന് പറയുന്ന പേരാണ് ക്ലാഡിങ്. അപ്പോൾ ഈ കോറും ക്ലാഡിങ്ങും ഇത് രണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നത് ഡൈഇലക്ട്രിക് മെറ്റീരിയലാണ്. സോ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ ദിസ് കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് കോർ ആൻഡ് ക്ലാഡിങ്. ദെൻ ഈ കോറിനെയും ക്ലാഡിങ്ങിനെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഔട്ടർ കവറിങ് ഉണ്ട്. ഇതിനെ നമ്മൾ കോട്ടിംഗ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഈ കോട്ടിങ്ങിനെ പിന്നെയും നമ്മളൊരു സ്ട്രെങ്തനിങ് കവറിങ് ഉണ്ട്. അത് ഈ ഗ്രീൻ കളറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നാലെണ്ണത്തിനെയും കോർ, ക്ലാഡിങ്, കോട്ടിംഗ്, ഈ സ്ട്രെങ്തനിങ് മെമ്പർ, ഈ നാലെണ്ണത്തിനെയും കൂടി കവർ ചെയ്തിരിക്കുന്നതാണ് ഔട്ടർ ജാക്കറ്റ്. ഇപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഈ ഔട്ടർ ജാക്കറ്റാണ്. അപ്പോൾ ഈ ഔട്ടർ ജാക്കറ്റിനകത്ത് 4 ലെയർ ഉണ്ട്. അതിൽ ഫസ്റ്റ് ലെയർ ആൻഡ് സെക്കൻഡ് ലെയർ, ഇത് രണ്ടുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കോറും ക്ലാഡിങ്ങും. കാര്യം ഈ കോറിനകത്തൂടെയാണ് നമ്മൾ ലൈറ്റിനെ കടത്തിവിടുന്നത്. ക്ലാഡിങ് ആണ് ആ ലൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ദെൻ എന്താണ് കോർ? കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. കോർ ഈസ് ദ സെൻറ്റർ പോർഷൻ ഓഫ് ദിസ് ഒപ്റ്റിക്കൽ ഫൈബർ ആൻഡ് ദിസ് കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സെൻറ്ററിലെ പോർഷനെയാണ് നമ്മൾ കോർ എന്ന് പറയുന്നത്. ഈ കോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡയഗ്രത്തിൽ കണ്ടതുപോലെ ക്ലാഡിങ് ഉള്ളത്. ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് ഒരു റേ ഡയഗ്രത്തിലൂടെ നമ്മൾ ഇതിനകത്തേക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എൻഡിൽ നിന്ന് ലൈറ്റ് ഈ കേബിളിനകത്തേക്ക് കയറി ഈ ഒരു മീഡിയം, ഈ ഒരു ലൈൻ, ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് കാൾഡ് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ്. മീഡിയത്തിൻ്റെ സെപ്പറേഷൻ, കോറും ക്ലാഡിങ്ങും തമ്മിൽ സെപ്പറേഷൻ വരുന്ന ഈ ഒരു റീജിയനെയാണ് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റിലേക്ക് ലൈറ്റ് വന്ന് തട്ടുന്നു. അപ്പോൾ ഈ പോയിന്റിൽ തട്ടുമ്പോൾ, ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈറ്റ് എൻ്റർ ചെയ്ത് ഒരു പോയിന്റിൽ തട്ടുമ്പോൾ ലൈറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ആൻഡ് സം പോർഷൻ, ദ റിമൈനിങ് പോർഷൻ ഈസ് റിഫ്രാക്റ്റഡ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് റിഫ്ലക്ഷൻ നടക്കാം, ബാക്കി പോർഷൻ റിഫ്രാക്ഷൻ നടക്കും. അപ്പോൾ റിഫ്രാക്ഷൻ നടന്ന് കുറേ ലൈറ്റ് മിസ്സായാൽ നമ്മൾ കൊടുക്കുന്ന വോയിസിൻ്റെ ആണെങ്കിലും ഡേറ്റയുടെ ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ കംപ്ലീറ്റ് ലൈറ്റും ഇതിനകത്തു കൂടി തന്നെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഇതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷനുണ്ട്. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഈ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാളും കൂടുതലായിരിക്കണം. ദാറ്റ് മീൻസ് ദിസ് റീജിയൻ ഈസ് എ ഡെൻസർ സർഫസ് ആൻഡ് ദിസ് ഈസ് എ റെയറർ സർഫസ്. ദറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ലൈറ്റ് എപ്പോഴും ഒരു ഡെൻസർ മീഡിയത്തിലൂടെ ആയിരിക്കണം ട്രാൻസ്മിറ്റ് ചെയ്ത് പോവേണ്ടത്. അതോടൊപ്പം തന്നെ ഈ കോർ ക്ലാഡിങ് ഇൻ്റർഫേസിൽ തട്ടി കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരികയും വേണം. ദറ്റ് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന്. ഇപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നമ്മുടെ കയ്യിൽ 3 ഡയഗ്രാം ഉണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഡയഗ്രാം. അപ്പോൾ ഈ ഫസ്റ്റ് ഡയഗ്രത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു നോർമൽ റിഫ്രാക്ഷൻ. ദിസ് ഈസ് ഇൻസിഡൻറ്റ് റേ ആൻഡ് ദിസ് ഈസ് റിഫ്രാക്റ്റഡ് റേ. ദിസ് ആംഗിൾ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദിസ് ആംഗിൾ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇതൊക്കെ നമുക്കറിയുന്നതാണ്. ഇത് മീഡിയം 1, ദിസ് ഈസ് സെക്കൻഡ് മീഡിയം. സോ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ദ ഫസ്റ്റ് മീഡിയം ആൻഡ് റിഫ്രാക്റ്റഡ് to the second medium. So this is angle of incidence, this is angle of refraction. ഇവിടെ ഇതൊരു നോർമൽ റിഫ്രാക്ഷൻ ആണ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്.
ഇനി നമ്മൾ സെക്കൻഡ് ഡയഗ്രത്തിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ഡയഗ്രത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഇൻസിഡൻറ്റ് റേ ആൻഡ് ദിസ് ഈസ് റിഫ്രാക്റ്റഡ് റേ. സോ ഹിയർ the ray is refracted through the medium interface. This is the first medium, this is the second medium. So here the ray is refracted through the medium interface. അപ്പോൾ ഇവിടെ മീഡിയം ഇൻ്റർഫേസിലൂടെ റിഫ്രാക്റ്റ് ചെയ്ത് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി മീൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് മാക്സിമം. അപ്പോൾ മാക്സിമം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, മാക്സിമം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്ന പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് കാൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ദിസ് ഈസ് കാൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the angle of incidence at which the angle of refraction is maximum. That means here the light ray is refracted through medium interface. Angle of refraction maximum means angle of refraction is 90 degree. This is called critical angle. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ നമുക്കറിയാം, ഒരു പെർട്ടിക്കുലർ ആംഗിളിലൂടെ ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ മാക്സിമം ആവുകയാണെങ്കിൽ ആ ആംഗിളിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഡയഗ്രാം. അപ്പോൾ മൂന്നാമത്തെ ഡയഗ്രത്തിൽ നമ്മൾ നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് റേ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഇൻസിഡൻറ്റ് റേ. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് റേ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനേക്കാളും കൂടിയ ആംഗിളിലാണ്. ഹിയർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഐ ഈസ് ഗ്രേറ്റർ ദാൻ ഐ സി എന്ന് പറഞ്ഞാൽ angle of incidence is greater than critical angle. If angle of incidence is greater than critical angle, the ray is reflected back to the medium itself. ആ മീഡിയത്തിലൂടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോയി. This is called total internal reflection. So total internal reflection എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if the angle of incidence is greater than the critical angle, the light ray is reflected back to the medium itself. That is total internal reflection. അപ്പോൾ ഈ total internal reflection ആണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ലൈറ്റ് റേ എൻ്റർ ചെയ്യുന്നത് എപ്പോഴും ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിയ ആംഗിളിലായിരിക്കണം, എന്നാൽ മാത്രമേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം നടക്കുന്നത് എപ്പോഴും ഒരു ഡെൻസർ മീഡിയത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കണം ഏറ്റവും കൂടുതൽ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിനെയാണ് നമ്മൾ ഡെൻസർ മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെൻസർ മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഈ കാര്യം നടക്കുന്നത്. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിയാണ് വരുന്നതെങ്കിൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുതലാണെങ്കിൽ മീഡിയം ഇൻ്റർഫേസിൽ തട്ടി, ഇവിടുത്തെ മീഡിയം ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ ക്ലാഡിങ് ഇൻ്റർഫേസിൽ തട്ടി ലൈറ്റ് റേ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരും. ദാറ്റ് ഈസ് കാൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇനി നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ഡെഫിനിഷനാണ്. പിന്നെ റേ ഓഫ് ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ ടു റെയറർ മീഡിയം. ഇവിടെ നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? കോറിൽ നിന്ന് ക്ലാഡിങ്ങിൻ്റെ ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. ക്ലാഡിങ്ങിലേക്ക് റിഫ്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ക്ലാഡിങ്ങിൻ്റെ ഇൻ്റർഫേസിൽ തട്ടുമ്പോൾ തന്നെ ലൈറ്റ് റേ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചേക്ക് വരണം. എന്നാൽ മാത്രമേ നമ്മൾ അയക്കുന്ന സൗണ്ടിനാണെങ്കിലും ലൈറ്റിനാണെങ്കിലും മാക്സിമം ക്ലാരിറ്റി അല്ലെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാക്സിമമായിട്ട് തന്നെ അതിനകത്തൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകണം. അല്ലാതെ റിഫ്രാക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റ ലോസ് വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയും. അപ്പോൾ അതിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വെൻ എ റേ ഓഫ് ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ ടു റെയറർ മീഡിയം സച്ച് ദാറ്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. So it is observed in the diagram. The ray reflect back to the same medium itself. This is called total internal reflection. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന് സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞു core is the center portion, outer covering is called cladding. Then second portion la nammal paranja karyam critical angle paranju. If the angle of refraction is maximum, that particular angle of incidence is called critical angle. Then the working principle of third point, working principle of optical fiber. Working principle of optical fiber is total internal reflection.